പോവാ നമുക്ക് പോവാ എങ്ങോട്ടാ? വേളരിക്കൊണ്ടില് എന്തിനു പോകുന്നു? ചിത്രീകരണത്തിന് പോവാണ്. എന്താണ് ലച്ചു ഇങ്ങനെ നോക്കിയിരിക്കണേ? അവിടെ കണ്ടിട്ട് സോളാർ പാർക്ക് വന്ന് ഇഷ്ടം പോലെ ആയിട്ടോ സോളാറുകള് പുതിയത് കൊറേ വെക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ വണ്ടിയൊക്കെ ഒരുങ്ങിയിരിക്കുകയാണ് പോകാന്. പാട്ടെല്ലാം ഇട്ട് പഴയ ഇതിൽ പറഞ്ഞായിരിക്കും പാട്ടെല്ലാം ഇട്ട് ഇങ്ങനെ ഇരിക്കുന്ന വണ്ടി. പോവാം. നമ്മളെ യാത്രകളൊക്കെ നമ്മളെ ഈ വണ്ടിയിലാട്ടോ. ഇഷ്ടപ്പെട്ടോ എനിക്ക് വണ്ടി? അപ്പൊ നമുക്ക് പോവല്ലേ നമുക്കെന്നാ? അപ്പൊ നമുക്ക് വെള്ളരിക്കുണ്ടിന് പോവാ അല്ലേ? അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കേറ് 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 വണ്ടി പോ. ജോടിക്കണോ? അതെ ഓടിക്കടോ. കുറച്ച് ദൂരം അതുവരെ ഓടിച്ചോ? നമുക്ക് പോവാല്ലേ? കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് പോകുന്നത്. നമ്മളെ KL79 എന്ന് പറഞ്ഞ വണ്ടികളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടുണ്ടാവും. നമ്മൾ വെള്ളരിക്കുണ്ട് രജിസ്ട്രേഷൻ ആക്കിയാണ്. അപ്പം വെള്ളരിക്കുണ്ടിലോട്ടാണ് അപ്പം നമ്മളിന്ന് പോകുന്നത്. നമ്മളെ കിച്ചു കൂടെ ഉണ്ട്. കിച്ചു കണ്ടോ? കിച്ചു നല്ല കോട്ടെല്ലാം ഇട്ട് ലച്ചു വേണ്ടേ കൊടയൊക്കെ മടക്കിയിരിക്കുകയാണ്. അപ്പം പോകാടാ നമുക്കെന്നാ. അവളെന്തി ഡീസല് കുറവ്. ഡീസൽ നമുക്ക് വരുമ്പോ അടിക്കാം. ഡീസൽ തിരിച്ചു വരുമ്പോ 197 കിലോമീറ്റർ കൂടി ഓടും. എന്നാലും കറക്റ്റ് ടൈമിന് പമ്പിന്റെ അവിടെ എത്തിയപ്പോ ചോദിച്ചോട്ടോ. കൊറേ ദൂരം പോകാണ്ടെന്ന് ഓൻ അറിയാം. വെള്ളരിക്കുണ്ട് എത്ര കിലോമീറ്റർ ഉണ്ട് നമുക്ക് ഇവിടുന്ന്? 20 കിലോമീറ്റർ ഉണ്ടാവും അല്ലേ? ഈ വീഡിയോ കണ്ടു ഞങ്ങൾക്ക് എങ്ങനെയായാലും കാസർഗോഡ് ജില്ലയുടെ ഏകദേശം രൂപം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. കാസർഗോഡ് ജില്ലയിൽ പോകാൻ ഇനി ഒരു ഇഞ്ച് സ്ഥലം പോലും ബാക്കിയില്ലാന്ന് തോന്നുന്നല്ലേ? നീ കൊണ്ട് കണ്ടില്ലേ കാസർഗോഡ്? നീ കണ്ടോ? നീ കണ്ടുവോ? ലച്ചിക്ക് ഇനി വൈകുന്നേരം ആകുമ്പോ ഷോപ്പിക്സിൽ പോണം. ഇനിയിപ്പൊ ഇങ്ങോട്ട് പറയാണെങ്കിൽ വീഡിയോ എടുത്ത് കഴിഞ്ഞ് വീട്ടിലേക്ക് ഇങ്ങോട്ട് എത്താനാവുമ്പോ പോയി നമുക്ക് നേരെ കാഞ്ഞങ്ങാട് പോയാലോ? അല്ലെങ്കിൽ നമുക്ക് ഷോപ്രസിക്ക് പോയാലോ? ഇതാണ് ചോദ്യം. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് എന്തിനാണ്? എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നതിന്റെ സാധനങ്ങളൊക്കെ മേടിക്കാനൊക്കെ ഉണ്ടാവും, ഒട്ടിക്കണതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അപ്പൊ അതിന് വേണ്ടിട്ട് പണ്ടുണ്ടായിരുന്ന ഒരു കണ്ണുമുട്ടായി കട കയറി അപ്പ കിട്ടണം. കണ്ണുമുട്ടായി എന്താണ്? അതിന്റെ ഒരു ജെല്ല് പോലെയാണ് അത്. അങ്ങനെ റൗണ്ടില് അതിന്റെ പാക്കറ്റ് കണ്ണ് പോലെയാണ്, അങ്ങനെ റൗണ്ട്. എന്നിട്ട് അതിങ്ങനെ പൊളിച്ചെടുക്കാനും പണിയാണ്. ചെറിയൊരു റൗണ്ടാണ്. എന്നിട്ട് അത് പൊളിച്ചെടുത്ത് ഇങ്ങനെ അല്ലതാക്കി എടുക്കുമ്പോ അത് നിർത്തി. എന്നിട്ട് അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല. ആ 2 ചവ ചവയ്ക്കുമ്പോഴത്തേനും അത് കഴിഞ്ഞ് അല്ലേ? അതെന്തോ വിഷം. ഇപ്പൊ പിന്നെ പേനയാണ് ബിസിനസ്. പേന, പല കളർ പേന, തൂവൽ പേന. പേന ഇതാണ് തൂവല് പേനയാ. നീ എടുത്തപ്പോ എന്തെങ്കിലും ചിത്രം വരയ്ക്കാനൊക്കെ കാണുമായിരിക്കും. ഇതിപ്പോ നമ്മളെ ഇവിടേക്ക് പോണ പാണത്തൂര്, കാഞ്ഞങ്ങാട് പാണത്തൂര് പോണ ബസ്സാണ് കേട്ടോ. ഇഷ്ടം പോലെ ബസ്സുകളുണ്ട്, ഇടയ്ക്ക് ഉണ്ട്. നമുക്കേ മറ്റേ ഇവിടെ പോണം, റാണിപുരത്ത്. ഈ മഴ തുടങ്ങി മറ്റേ ഇതിൽ റാണിപുരത്ത് പോണോട്ടാ നടക്കാന്. മഴ തുടങ്ങുമ്പോ പോണം. കൊല്ലം എന്തായാലും പോയേ പറ്റുള്ളൂ. ഇവിടെ മിറ്റത്ത് ഉള്ള സ്ഥലത്ത് നമ്മള് പോയില്ല പറഞ്ഞാല് നാണക്കേടാണ്. നമുക്ക് ഇവിടുന്ന് ഇത്ര കുറച്ച് ദൂരമേ ഉള്ളൂ റാണിപുരത്തിന്. മലേന്റെ ടോപ്പിക്ക് പോണതാ. ബസ് ഇഷ്ടം പോലെ
മാസം ഇപ്പൊ എരിഞ്ഞപ്പെടുത്തത് ഇതിപ്പോ ഏത് RMS ഏതൊക്കെയോ ബസ് ഇഷ്ടം പോലെ ഉണ്ട്. ബസിന്റെ പേരൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ബസിന്റെ കളറെല്ലാം ഒരേ കളറായോണ്ടേ. എങ്ങനെയുണ്ട്? ഇതൊക്കെയാണ് നമ്മളെ കാഞ്ഞങ്ങാട് നിന്ന് പാണത്തൂര് പോണ റൂട്ടാണ്. നല്ല അടിപൊളി വൈബ് കിടക്കാച്ച സ്ഥലമാണ്. റബ്ബർ തോട്ടൊക്കെ കാട് വെട്ടിയിട്ടുണ്ടല്ലോ. പ്ലാസ്റ്റിക് ഇടാനുള്ള പരിപാടി ഉണ്ടോ? നല്ല വൃത്തിക്ക് കാട് കുത്തിണ്ടല്ലേ. കൊത്തി ചെടികൾ നോക്കിയ പൂക്കളൊക്കെ ഇഷ്ടം പോലെ കേട്ടോ. നേരെ പൂക്കളല്ലേ ആ വീട്ടില്. മഴക്കൊല്ലം നേരത്തെയാ പണി പാടുവോ? മഴ നേരത്തെ അറിയാൻ പറ്റും. മെയ് ലാസ്റ്റ് ആയില്ലേ? 22 ജൂണ് തുടങ്ങാനായി ഒരാഴ്ച കൂടെ അല്ലുള്ളൂ. കഴിഞ്ഞ കൊല്ലേന്നു നേരത്തെ. ഏപ്രിൽ അങ്ങോട്ട് കഴിഞ്ഞതും മെയ് തുടങ്ങിയതും മഴ. അന്നായിരുന്നു നമ്മള് പ്ലാസ്റ്റിക് ഇടാൻ പണിപ്പെട്ടത്. പിന്നെ കൊറേ എല്ലാം ചുരണ്ടി എല്ലാം വെച്ച് റെഡിയാക്കിണ്ട്. ഇനി പശ മേടിക്കണ്ടേ? ചെന്നിട്ട് പ്ലാസ്റ്റിക് എല്ലാം റോളാക്കണം. നാളെ തെളിവുണ്ടെങ്കിൽ നാളെ ഇടണം. അങ്ങ് താഴോട്ട് നോക്കി ഒക്കെയാണ്. ഫുള്ള് മരങ്ങളായിട്ട് പത്രക്കാണ്ട് കാണുന്നില്ല. ഫുള്ള് ഇതിലൊക്കെ പച്ചപ്പായില്ലേ. നേരത്തെ നല്ല ഇതില് കാണായിരുന്നു അല്ലേ? പൂവ് കായട്ടൂലേ? നമ്മളവിടെ നമ്മളത് പുതിയ തയ്യല്ലേ. സൂര്യപ്രകാശം കിട്ടണമെന്നുണ്ടല്ലേ? എവിടെയെങ്കിലും നടണം നമ്മളത്. പ്രത്യേക വളവാണ്, ഭയങ്കര വളവ്. കിച്ചു വേറെന്തൊരു വളവ് പറയല്ലോ. അല്ലേ? ഒടിച്ചുത്തി വളവ്. ഇങ്ങനെ കറങ്ങിട്ട് അങ്ങ് ദൂരെ ക്രഷറാണ്. നോക്കി ഫുൾ കാടില്ലേ. കാടുകളൊക്കെ പോയാൽ തന്നെ താഴെ വണ്ടി വരുമ്പോ കാണുള്ളൂ. അറിയുന്ന ആൾക്കാർ മാത്രമേ ഇതില് വരലുള്ളൂ. അപ്പുറത്തെ ഒടയഞ്ചാല് വഴിയല്ലേ എല്ലാരും പോകുന്നത്. ഇത് എളുപ്പ വഴിയാണ്. ഇത് നമുക്ക് നേരെ ഇടത്തോട് ചെന്ന് ചാടാറുള്ളതാണ്. മഴ പെയ്യാൻ തുടങ്ങിയോ? അങ്ങോട്ട് പെയ്യുമ്പോ സംശയം കേട്ടോ. അവിടെയൊക്കെ മല കാണുന്നില്ല, മൂടുന്നുണ്ട് അവിടെയൊക്കെ. ഇവിടെ നല്ല വെയിലും. കുറച്ചെത്തേക്ക് അറിയാം എന്താ അവസ്ഥ. മഴയാണെന്നുണ്ടെങ്കിലും നമ്മള് വീഡിയോ എടുത്തിട്ടേ നമ്മള് പോരുള്ളൂ. കുറച്ചേരം നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യാം. ഇന്നിപ്പോ എന്തായാലും സ്ഥലം 1 ഏക്കർ സ്ഥലല്ലേ? എത്ര നമുക്ക് പോയി നോക്കട്ടോ. അപ്പൊ വീഡിയോ ഒക്കെ എല്ലാരും ഫുള്ള് ഇരുന്ന് കാണണം. സ്ഥലങ്ങളൊക്കെ കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി. നമുക്ക് നല്ല നല്ല വീഡിയോകളൊക്കെ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് കച്ചവടമാക്കാം അല്ലെ. പിന്നെ 2.5 ഏക്കർ സ്ഥലം നമ്മള് കാസർഗോഡ് ജില്ലയില്. പിന്നെ വെള്ളരിക്കുണ്ട് 10 കിലോമീറ്റർ മാറിയിട്ട് അകലെയായിട്ട് നമുക്ക് 2.5 ഏക്കർ സ്ഥലം 15 ലക്ഷം ഉറുപ്പിക്കാണ് കൊടുക്കുന്നത്. ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് കേട്ടോ. ആർക്കെങ്കിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എളുപ്പം വിളിച്ചോളി. കണ്ടമാനം ആൾക്കാർ വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് കച്ചവടമാകും അല്ലേ? അപ്പൊ കൃഷിയൊക്കെ ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിലൊക്കെ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ പറ്റിയ സ്ഥലമാണ്. പിന്നെ ചെറിയ ഫാമോ അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ പറ്റിയിട്ട് സ്ഥലവും കൂടിയാണ്. പിന്നെ 2 ഏക്കറിന്റെ പറഞ്ഞ 2 ഏക്കർ 20 ലക്ഷം റുപ്യന്റെ. 2 ഏക്കർ 20 ലക്ഷം റുപ്യന്റെ പറഞ്ഞാൽ 2 ഏക്കർ മാത്രല്ല, അതില് 3 ബെഡ്റൂമുള്ള നല്ലൊരു വീട് കൂടി ഉണ്ട്. നല്ല വീട് പറഞ്ഞാൽ അത്യാവശ്യം ഒരു ഫാമിലിക്ക് താമസിക്കാൻ പാകത്തെ നല്ലൊരു വീട് തന്നെയാണ്. അതിന്റെ കറണ്ട്, വെള്ളം, വഴി എല്ലാ സൗകര്യവും ഉണ്ട്. പിന്നെ ഇപ്പൊ അതിനകത്ത് ടൗണിൽ നിന്നൊരു എന്താ പറയാ 800 മീറ്റർ ദൂരാണ് വരുന്നത്. അതിന് 400 മീറ്റർ ടാറിങ് ആയിട്ട് ബാക്കി 400 മീറ്റർ കുറച്ച് കട്ട് റോഡാണ്. അവിടെ ബൊലീറോ മാറ്റ ജീപ്പൊക്കെ പോകുള്ളൂ. ഇപ്പൊ നിലവിലിട്ടോ ടാറിങ് എല്ലാം പാസ്സായി കിടക്കുന്ന റോഡാണത്. വീടിന്റെ മിറ്റം വരെ വരുന്നുണ്ട് റോഡ്. പിന്നെ റബ്ബർ, തെങ്ങ്, കവുങ്ങ്, ജാതി എല്ലാ സാധനങ്ങളും ഉണ്ട്. കുരുമുളക്. പിന്നെ വറ്റാത്ത വെള്ളമാണ്. 5 കോലില് വെള്ളമുണ്ട്. എവിടെ കിണറുത്തിയാലും 5 കോല് നമുക്ക് വറ്റാത്ത വെള്ളം കിട്ടും. പിന്നെ ആ സ്ഥലത്തിന്റെ അതിരിനെ ചാരിയിട്ട് ഒരു തോട് ഒഴുകുന്നുണ്ട്. ആ
തോടാണെങ്കിൽ ഇപ്പോഴും വേനൽക്കും വെള്ളമുണ്ട്, ഫുൾ ടൈം വെള്ളം ഉള്ളതാണ്. പള്ളി കാണുന്ന പള്ളി. ഉം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ നമ്മളെ കെയർ ഓഫിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ സ്ഥലങ്ങളൊക്കെ എടുക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി. നമ്മളെ നമ്പറൊക്കെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഒരുപാട് വീഡിയോകൾ ഞങ്ങൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതില് വീഡിയോ കണ്ടിട്ട് മാത്രം വിളിക്കുക. വീഡിയോ കാണാതെ എഴുതി വെച്ച തമ്പനയിൽ മാത്രം കണ്ടിട്ട് ആരും വിളിക്കരുത്. വീഡിയോ മുഴുവനായിട്ട് കാണണം. അതിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. ഓരോ മുക്കും മൂലയും കാണിച്ചിട്ടാണ് ഞങ്ങൾ വീഡിയോ ചെയ്യണത്. കുറെ ആൾക്കാർ വീഡിയോ മുഴുവൻ കാണാതെ വിളിക്കുന്നുണ്ട്, കുറെ ആൾക്കാർ പകുതി കണ്ടു വെച്ചിട്ട് വിളിക്കുന്നുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞു നമ്മളിതാണ് നമ്മളെ കാഞ്ഞങ്ങാടിന്ന് ഏതാ റൂട്ട്, കൊടയഞ്ചാല് വഴി പിന്നെ പരപ്പയിലെത്തുന്ന റൂട്ടിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഇനി നല്ല റോഡാട്ടോ. നമുക്ക് ഇതൊരു ഷോർട്ട് വഴിയാണ്. ഈ ഒരു വഴിക്ക് കയറി വന്നാൽ ഏകദേശം ഒരു 6-7 കിലോമീറ്റർ നമുക്ക് ലാഭമാണ്. കൊടയഞ്ചാലിന്ന് വരികയാണെങ്കിൽ ഇപ്പൊ ഇല്ല നമ്മള് വരാം കേട്ടോ. നല്ല സൂപ്പർ റോഡ്. നമുക്ക് ഇതിലെ പോണത് നല്ലതാണ്. ഈ 7 കിലോമീറ്റർ ഇങ്ങനെ കുത്തിക്കുലുക്കല്ലാതെ പോയിക്കൂടെ, കിലോമീറ്ററേ ലാഭമുള്ളൂ. പിന്നെ കുറച്ച് കയറ്റം വരുന്നുണ്ട് അവിടെ. വണ്ടി സുഖം ഇതിലെ പോണല്ലേ. അപ്പൊ നമ്മൾ ഈ എടത്തോട് എത്തും. എടത്തോടുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മള് നേരെ അടുത്ത ടൗൺ എന്ന് പറഞ്ഞാൽ പരപ്പയാണ്. പരപ്പയിലെ ഒരു 4 ഏക്കർ 75 സെന്റ് സ്ഥലത്തിന്റെ കൊടുക്കാനുള്ള വീഡിയോ നമ്മളിപ്പം നിലവിലിട്ടിട്ടുണ്ട്. ഏക്കറിന് 25 ലക്ഷം രൂപ ചോദിക്കുന്ന നല്ല അടിപൊളി ഒരു കിടിലൻ വീടുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉള്ള നല്ല അടിപൊളി ഒരു കൃഷിസ്ഥലമാണ്. 4 ഏക്കർ 75 സെന്റ് സ്ഥലം. ഏക്കറിന് 25 പാർട്ടി ചോദിക്കുന്നതെങ്കിൽ ചെറിയ രീതിയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കും. അപ്പൊ അതിലൊക്കെ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ നമ്മളെ കെയർ ഓഫിലുണ്ട്. ഇതൊക്കെയാണ് ഇപ്പൊ നമ്മള്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. വളാൽ ഗ്രാമപഞ്ചായത്ത് വീണ്ടും വരിക. വളാൽ ഗ്രാമപഞ്ചായത്തിലേക്ക് സ്വാഗതം. ഉണ്ടാക്കി ചിരിക്കാൻ നിക്കാണ്. ഭയങ്കര ഉണ്ടാക്കി ചിരിയും ഭയങ്കര കഥയും ഭയങ്കര വർത്താനൊക്കെ ആയിരുന്നു. ചെറിയ ചെക്കനേന്നു. അപ്പൊ നമ്മളിതാണ് പരപ്പ ടൗണിലാണ് കേട്ടോ. കടകൾ അവധിട്ടോ. എന്ത് ദിവസം? തേഴ്സ്ഡേ ആണല്ലോ, വ്യാഴാഴ്ച ആണല്ലോ. എന്താ കടയാണ് വല്ല എന്തെങ്കിലും ഉണ്ടോ? എന്താന്നറിയില്ല. കടകളൊക്കെ തുറന്നിട്ടുണ്ട്, കാണാത്ത ചില കടകളെ ഇല്ലാത്തുള്ളൂ. അപ്പൊ നമ്മള് പരപ്പ ടൗണിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. വണ്ടികളൊക്കെ എല്ലാരും ഇവിടെ നിർത്തിയിട്ട് ഇങ്ങനെ ആലോചിക്കാം, അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എന്നൊക്കെ. അത് വളവിൽ കൊണ്ടുപോയി നിർത്തിയിട്ടാണ് ആലോചിക്കുന്നത് എങ്ങോട്ട് പോകണം എന്നുള്ളത്. ഇതാണ് നമ്മള് പരപ്പ ടൗണിലുള്ള സ്കൂള്, ഹയർ സെക്കൻഡറി സ്കൂൾ. പിന്നെതാ മീൻ മാർക്കറ്റ് ആണ് ഈ കാണുന്നത് കേട്ടോ. ഇഷ്ടം പോലെ മീനൊക്കെ, കപ്പ, മീന്. വണ്ടി നിർത്തിച്ചിട്ട് പോലെ നോക്കി റോഡിന്റെ നടുക്ക്. അതെല്ലാം പോയിടൂ. അഞ്ജലി, അതെ അഞ്ജലി. ഈ 12:30 ആകുമ്പോ അഞ്ജലി എവിടേക്ക് പോണേ? കൽമാസ് കണ്ടിട്ട് ഇന്ന് കണ്ടില്ലല്ലോ അല്ലേ? നമ്മൾ പോന്ന് കൊറേ അങ്ങോട്ട് എത്തിട്ടോ. പിന്നെ പൊങ്ങഞ്ചാലൊക്കെ എത്താനായില്ലേ? വെള്ളരിക്കുണ്ട്, പൊങ്ങഞ്ചാലിക്ക് എത്താനായിട്ടുള്ളൂ. നമ്മള് വെള്ളരിക്കുണ്ടൊക്കെ എത്താനായിട്ടോ. നമ്മള് കൊറേ ഇങ്ങോട്ട് ഇങ്ങനെ പോന്ന് വളവന്നെ വളവ്. ഇവിടെയാണ് കൊറേ വളവുകളുണ്ട്. ആ നീലേശ്വരം വഴി ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അധികം വളവൊന്നുമില്ല. അവിടെ പിന്നെ വളവൊന്നുമില്ല, നേരെ വരാ എളുപ്പാണ്. നേരെയുള്ള സ്ഥലമാണ് ഭീമനടി വഴി. ഭീമനടി അങ്ങനെ വരികയാണെങ്കിൽ നല്ല വളവൊന്നും ഇല്ലാതെ കറക്റ്റ് വരാം. ഇത് കുറച്ച് വളഞ്ഞ വഴിയാണ്. ഇവിടെ കുറച്ച് വളവും തിരിവൊക്കെ ഉണ്ട്. അതിലാണ് പോയാലോ തിരിച്ചു പോകുമ്പോ അതിലെ പോകാൻ അണ്ണന്റെ ഇഷ്ടം. അണ്ണനതിലെ പോണെങ്കിൽ എന്തായാലും ഞങ്ങൾ അതിലെ കൊണ്ടുപോകും അല്ലേ ഗായ്സ്?
കിച്ചു ഗൈസ്. റബ്ബറാണ് ട്ടോ, പോണ വഴി മൊത്തം റബ്ബറാണ്, എല്ലാവർക്കും റബ്ബറാണ് ഉള്ളത്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളാട്ടോ നമ്മളൊക്കെ കാസർഗോഡ് ഉള്ളത്. പിന്നെ നിരപ്പുള്ള സ്ഥലങ്ങൾ വേറെ ഉണ്ട്, അപ്പൊ അതിന് റേറ്റ് കുറച്ച് റേറ്റ് എല്ലാം കൂടും. മലേന്റെ മണ്ടക്കാണ്ട് ഇതിപ്പോ നമ്മള് ഇവിടെ എത്തിയില്ലേ, കല്ലഞ്ചിറ. ആ അതന്നെ കല്ലഞ്ചിറ. ഇറക്കൊക്കെ ഇറങ്ങി കഴിഞ്ഞിപ്പോ നിരപ്പിലോട്ട് എത്തിട്ടോ. ബസ് ഏതാണ്? മൂകാംബിക. കോട്ടഞ്ചേരിയിലോട്ട് 20 ഷിമോഗ പോണെങ്കിൽ. അപ്പൊ നമ്മള് ഏകദേശം വെള്ളരിക്കുണ്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വെള്ളരിക്കുണ്ട് ടൗണിലേക്ക് ഇങ്ങനെ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മള് വെള്ളരിക്കുണ്ടിക്ക് എത്തണമെങ്കിൽ വെള്ളരിക്കുണ്ട് ടൗണിൽ ഇവിടേക്കാണ് നിങ്ങള് സ്ഥലങ്ങളൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഉണ്ട്, പിന്നെ സ്കൂള്, പള്ളി, ചർച്ച്. അപ്പൊ നമ്മള് പിന്നെ വെള്ളരിക്കുണ്ട് ടൗണിലോട്ട് വരുമ്പോ അവിടെ നല്ലൊരു വണ്ടിന്റെ ഷോറൂം ഒക്കെ ഉണ്ട് കേട്ടോ, സ്കൂട്ടിന്റെ ഒക്കെ. പിന്നെ പമ്പ് നോക്കി, പമ്പൊക്കെ നല്ല വൃത്തിയുള്ള നല്ല വലിയ പമ്പാണ്, ഇന്ത്യന്റെ പമ്പൊക്കെ ഉണ്ട്, ഇന്ത്യൻ ഓയിലിന്റെ. നമ്മളിങ്ങനെ പോകുമ്പോ ടൗണിലേക്ക് പോകും തോറും നമുക്ക് ടയറിന്റെ കടയൊക്കെ, ടയർ ഷോപ്പാണ് ഈ കാണുന്നത് കേട്ടോ. ടയറുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. അതെ ആണ് ഈ കാണുന്നത് കേട്ടോ. ഇംഗ്ലീഷ് മീഡിയം സ്കൂള്. പിന്നെ നമുക്ക് ബസ്സൊക്കെ വേണമെന്നുണ്ട്, അല്ല ബസ് വേണമെന്നുണ്ടല്ലോ, ബസ്സിന് എങ്ങോട്ടേലും പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ ബസ്സുകൾ ഉണ്ട് കേട്ടോ. കണ്ണൂര്, ചെറുപുഴ, കാഞ്ഞങ്ങാട്, നീലേശ്വരം, പാണത്തൂര്, കോട്ടയം, പാല, ഇടുക്കി, തൃശ്ശൂര്, പാലക്കാട്, പല ഭാഗത്തേക്ക് എല്ലായിടത്തേക്കും ബസ് ഉണ്ട്. ഷോപ്പുകളൊക്കെ ഫുള്ള് തുറന്നു കിടക്കാണ് കേട്ടോ, തിരക്കായി. ജിമ്മിന് എന്റെ വീക്ക്നെസ് അല്ലേ ആ പോണത്. ബിവറേജ് ഒക്കെ ഉണ്ടല്ലേ. എല്ലാ സൗകര്യങ്ങളും ഉള്ള നല്ല അടിപൊളി ഒരു ടൗൺ ആണ് വെള്ളരിക്കുണ്ട് എന്ന് പറഞ്ഞാൽ. ഈ കാണുന്ന ഇപ്പൊ വെള്ളരിക്കുണ്ടാണ്. അവിടെ ബസ്സുകളൊക്കെ ഉണ്ടല്ലോ, നിങ്ങള് ഇഷ്ടംപോലെ ബസ്സുകളുണ്ട്. ഇതൊക്കെ നൈറ്റ് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ബസ്സുകളാണ്. കോട്ടയം കാഞ്ഞിരപ്പള്ളി, പാല എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തോട്ടൊക്കെ. അപ്പൊ ഈ ടൗണിലോട്ട് വരാനും ഇവിടെ സ്ഥലമൊക്കെ എടുക്കാനൊക്കെ ആർക്കെങ്കിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോകൾ കുറെ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോകളൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളെ ബഡ്ജറ്റിനൊക്കെ അനുയോജ്യമാണെന്ന് തോന്നി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഒന്ന് കോണ്ടാക്ട് ചെയ്തോളി. അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ഇട്ട് നമുക്ക് വീഡിയോ കഴിഞ്ഞിട്ടില്ല. മംഗലാപുരം പോണ ബസ്സാണത്. പോലീസ് ഇതെങ്ങട്ടാ? വെള്ളരിക്കുണ്ട് പോലീസ് സ്റ്റേഷൻ. അടുത്ത് നമുക്ക് പോലീസ് സ്റ്റേഷനൊക്കെ ഉണ്ട്. വെള്ളരിക്കുണ്ട് പോലീസ് സ്റ്റേഷനൊക്കെ ഉണ്ട്. പിന്നെ എല്ലാ കടകളും ഉണ്ട് കേട്ടോ, എല്ലാവിധ ഷോപ്പുകളും നമുക്ക് വേണ്ട അത്യാവശ്യം വേണ്ട എല്ലാ സൗകര്യവും ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മളെ വെള്ളരിക്കുണ്ടിന്റെ ഏകദേശം ഒരു ടൗണിന്റെ ഏകദേശം ഒരു രൂപം. അപ്പൊ ഈ ഒരു വീഡിയോ കാണുന്ന ആരെങ്കിലും വെള്ളരിക്കുണ്ടിലൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലിന്റെ അടിയിൽ വന്നിട്ട് ഒന്നൊരു കമന്റ് അടിക്കുക അല്ലെ, വെള്ളരിക്കുണ്ട് എവിടെയാണെന്നൊക്കെ ഒന്ന് പറഞ്ഞിട്ടൊരു കമന്റ് അടിക്കുക. നമുക്ക് പോകാനുള്ളത് മാലോത്തിനാണ് പോകാനുള്ളത്. ഇത് വെള്ളരിക്കുണ്ടിന്ന് മാലവും കൊന്നക്കാട് പോകുന്ന റൂട്ടാണ്. അപ്പൊ നമ്മള് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാരും മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്നവര് പേജ് ഫോളോ ചെയ്യാം. മാക്സിമം എല്ലാരും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ബൈ 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 ബൈ.